ഹായ് ഹലോ എല്ലാ പേർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ എൻ്റെ വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. കേൾക്കാൻ ഇഷ്ടമുള്ളവർ കേൾക്കട്ടെ, നമ്മളെ കാണാനും കേൾക്കാനും ഇഷ്ടമുള്ളവർ കേൾക്കട്ടെ, അല്ലാത്തവർ അങ്ങ് പോകും. നമ്മുടെ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരങ്ങ് പോകും. പോകുന്നവർ പോട്ടെ, കേൾക്കുന്നൊരു 5 പേരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വിശേഷം കേൾക്കുക. അപ്പോൾ ഇന്ന് കല്യാണമൊക്കെ ആയിരുന്നു. ഒരാഴ്ച കൊണ്ട് കല്യാണം എന്ന് വിളിച്ച് കല്യാണം ഇന്ന് തീർന്നു. രാവിലെ കല്യാണത്തിന് പോയി വന്നു. പിന്നെ ഒഴിച്ച് മാറ്റാൻ പറ്റില്ല കേട്ടോ, നിങ്ങളൊന്ന് ക്ഷമിക്കണം. ഈ വിളി നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ മാറ്റാൻ പറ്റുന്നില്ല. അപ്പം കല്യാണത്തിന് പോയിട്ട് വന്നാൽ ഇച്ചിരിയൊക്കെ ഇരുന്നും കിടന്നൊക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും മറുവീടിന് പോയില്ല കേട്ടോ. മറുവീടിന് പോകാൻ നമുക്ക് വീഡിയോ ഒക്കെ ഇടണമായിരുന്നു. അപ്പം അതുകൊണ്ട് പറ്റിയില്ല. ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇച്ചിരി കിടന്നിട്ട് എണീറ്റ് വൈകുന്നേരം അമ്പലത്തിൽ പോയി വിളക്കൊക്കെ കത്തിച്ചിട്ട് വന്നു. പയ്യൻ്റെ വീട്ടിലെ പെണ്ണും ബന്ധു പയ്യനും ബന്ധുവൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ പയ്യൻ്റെ വീട്ടിലെ കല്യാണത്തിന് ഇപ്പോൾ പോയിട്ട് വന്നതേ ഉള്ളൂ. പോയിട്ട് വന്നുടനെ സാരി ഒന്നും മാറ്റാണ്ട് നിങ്ങളോട് ഞാൻ കഥ പറയുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇച്ചിരി ലൈവ് വരാൻ പറ്റുമെങ്കിൽ വല്ലപ്പോഴൊക്കെയാണേ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണ് സാരിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ലൈവിലൊക്കെ വരുന്നത്, വീഡിയോ ഒക്കെ ഇടുന്നത്. അല്ലാണ്ട് നമ്മൾ ലൈവ് വരാനും പിന്നെ വീഡിയോ ഇടാനും വേണ്ടിയിട്ടൊന്നും മേക്കപ്പ് ഇടാറില്ല. എൻ്റേതായ വേഷത്തിൽ എൻ്റെ വീട്ടിലെ വേഷത്തിൽ തന്നെയാണ് വന്നിരുന്നത് നിങ്ങളോട് ഞാൻ കഥ പറയുന്നത്. എങ്കിലും ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി വൃത്തിക്കും മെനയ്ക്കുമൊക്കെ വന്ന് നിങ്ങളുടെ മുന്നിൽ എത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവർക്കും വൃത്തിയും മെനയും ഒരുങ്ങുന്നതൊക്കെയാണല്ലോ ഇഷ്ടം. വൃത്തിയുടെ കാര്യം ചോദിച്ചാൽ നമ്മൾ എന്തായാലും കുളിയും നനയും വൃത്തിയും കാര്യമൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് എത്രയൊക്കെ ആയാലും അത് അത്രയ്ക്കൊക്കെ തന്നെ. നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴല്ലല്ലോ ഒരുങ്ങി ഇച്ചിരിയൊക്കെ മേക്കപ്പൊക്കെ ഇട്ട് പോണത്. ഞാനിപ്പോൾ ഈ സാരിയൊക്കെ മാറ്റി ഒരു നൈറ്റിയൊക്കെ എടുത്ത് ഇട്ടാൽ ഈ ലുക്കങ്ങ് മാറും. അതാണ് പറഞ്ഞത്, വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു ലുക്ക്, നമ്മൾ ഇച്ചിരി പൗഡറൊക്കെ ഇട്ട് ഇച്ചിരി തലയൊക്കെ കെട്ടി ഇച്ചിരി നല്ലൊരു സാരിയൊക്കെ കൊടുത്ത് പോകുമ്പോൾ അതിനൊരു ഭംഗി പ്രത്യേകമാണ്, വേറെ തന്നെയാണ്. വീട്ടിലിപ്പോൾ ഞാനിതെല്ലാം ഞാൻ തന്നെ ഇതെല്ലാം മാറ്റിയിട്ടൊരു നൈറ്റി എടുത്തിട്ട് ആ ലുക്കങ്ങ് മാറും. അപ്പോൾ ഞാൻ ശ്രമിക്കുന്നുണ്ട്, നന്നായിട്ട് നിങ്ങളുടെ മുന്നിലെത്താൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും പിന്നീട് ഒരുങ്ങുന്നതൊക്കെ ആസ്വദിക്കുന്നവരാണ്. ആണായാലും പെണ്ണായാലും സൗന്ദര്യം ആസ്വദിക്കുന്നവരാണ് എല്ലാവരും. നന്നായിട്ട് ഒരുങ്ങി വരുന്നവരെയും നന്നായിട്ട് മേക്കപ്പ് ഇട്ട് വരുന്നവരെയൊക്കെ ആരായാലും ഞാനിപ്പം നമ്മുടെ വീഡിയോ തന്നെ ഇങ്ങനെ ആരെങ്കിലും പെട്ടെന്ന് ഓൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഇച്ചിരി ഇതൊക്കെ ആയിട്ടാണെങ്കിൽ ഒരു നിമിഷം അവിടെ അങ്ങ് സ്റ്റക്കാവും. ഒരു നിമിഷം അവിടെ വന്ന് നമ്മളെ നോക്കാനായിട്ടായാലും നിൽക്കും. അതല്ല നമ്മളിങ്ങനെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ അവർ നോക്കുമ്പോൾ തന്നെ അവർക്ക് മടുപ്പ് തോന്നും, അവരങ്ങ് പോകും. ഇപ്പോൾ എൻ്റെ യൂട്യൂബ് അനുഭവത്തിലൂടെ ഞാൻ പറയുന്നതാണ്. ഇതിൽ എത്രത്തോളം ശരിയുണ്ട് എത്രത്തോളം തെറ്റുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. ഇതിന് ഞാൻ പറയുന്നത് എൻ്റെ പൊട്ട ബുദ്ധിയിൽ തോന്നുന്നത് പറയണതാണോ എന്നും എനിക്കറിയില്ല. എന്തായാലും എൻ്റെ മനസ്സിലൂടെ വന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അടുത്ത് പറയുന്നു. എൻ്റെ മനസ്സിലൂടെ വന്ന വാക്കുകൾ എൻ്റെ നാവിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു. ചിലർ പറയും ഈ പെൺപിള്ളയ്ക്ക് വേറെ വേലയും കൂലിയൊന്നും ഇല്ലെന്ന് ചോദിക്കും. വേലയും കൂലിയൊക്കെ ഉണ്ട്. എന്തായാലും ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ പലരും പറയുന്നുണ്ട് ഇങ്ങനെ വന്ന് എന്നും വിശേഷം പറയാണ്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റികൾ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റികൾ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്തെങ്കിലും കുക്കിങ്ങാണ് നമ്മുടെ മെയിനായിട്ട് ഈ വീഡിയോയിൽ, കുക്കിങ്ങാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിനിടയിൽ വല്ല കല്യാണത്തിന് പോകുന്നതോ പുറത്തെവിടെയെങ്കിലുമൊക്കെ പോകുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുണ്ടെങ്കിൽ, അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിലോട്ട് ഇടുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മളത് കുക്കിങ്ങാണ് ചെയ്യാന്നുള്ള രീതിക്കാണ് നമ്മളിത് തുടങ്ങിയത്. അതിനിടയിൽ നമ്മളെ കുഞ്ഞുമക്കളെ വിശേഷവും അതുങ്ങളെ കളികളും ചിരികളും എൻ്റേതായ ഇതുപോലത്തെ വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെയാണ് നിങ്ങളെ അടുത്ത്. എൻ്റെ ഒരു കുടുംബം എന്ന് തന്നെ പറയാം, എൻ്റെ യൂട്യൂബ് കുടുംബം എന്ന് തന്നെ പറയാം. എൻ്റെ വിഷമങ്ങളായാലും സന്തോഷങ്ങളായാലും സങ്കടങ്ങളായാലും ഒക്കെ ഷെയർ ചെയ്യുന്നത് നിങ്ങളോടാണ്. കേൾക്കാൻ ഒരു 10 പേരേ ഉള്ളെങ്കിലും ഞാൻ ഹാപ്പിയാണ്. ആ 10 പേരെങ്കിലും നമ്മളെ കേൾക്കാനുണ്ടല്ലോ. എല്ലാവരും നമ്മളെ കേൾക്കണം, എല്ലാവരും നമ്മളെ ശരി വയ്ക്കണം എന്നൊക്കെ വെച്ചാൽ നടക്കില്ല. എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണം, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നൊക്കെ നമ്മൾ ശാഠ്യം പിടിക്കുന്നത് വെറും അതിമോഹം. നമ്മുടേതായ ഒരു ഇഷ്ടമുണ്ട്, നമുക്ക് നമ്മുടേതായ ഒരു രീതിയുണ്ട്, നമുക്ക് നമ്മുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട്,
നമുക്ക് നമ്മുടേതായ ഒരു അഭിപ്രായമുണ്ട്. നമുക്ക് നമ്മുടേതായ ഒരു സ്വന്തം നിലപാട് വേണം. നമുക്ക് നമ്മുടേതായ ഒരു സ്വന്തം നിലപാട് വേണം. കൂടപ്പിറപ്പായാലും അപ്പനായാലും അമ്മയായാലും മക്കളായാലും ബന്ധുക്കളായാലും അയൽവക്കക്കാരായാലും എല്ലാവരും ഒപ്പത്തിനുണ്ടെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു നമ്മളെ ഇഷ്ടപ്പെടാൻ നമ്മളേ ഉള്ളൂ. നമ്മളെ ഇഷ്ടപ്പെടാനും നമ്മുടെ വാക്കുകൾ ഇഷ്ടപ്പെടാനും നമ്മുടെ പ്രവൃത്തികൾ ഇഷ്ടപ്പെടാനും നമ്മുടെ നല്ലതും ചീത്തയൊക്കെ ഇഷ്ടപ്പെടാൻ ഇതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും നമുക്കേ പറ്റൂ. എല്ലാം ഇഷ്ടപ്പെടുന്നതും എല്ലാം ഇഷ്ടപ്പെടാതിരിക്കുന്നതും ഒക്കെ നമ്മൾ തന്നെയാണ്. മറ്റൊരാൾ നമ്മൾ പറയുന്നതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ അത് നടപ്പുള്ള കേസല്ല. ഞാൻ ചെയ്യുന്നതെല്ലാം അവർ എനിക്ക് യെസ് പറയണം, എനിക്ക് നല്ലത് പറയണം എന്ന് പറഞ്ഞ് പിടിവാശി കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെ തന്നെയാണ് എൻ്റെ പോക്കും. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനോ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനോ മറ്റുള്ളവരെ ഇഷ്ടം നോക്കിയോ ഒക്കെ ഒന്നുമല്ല ഞാൻ ജീവിക്കുന്നത്. എനിക്ക് എൻ്റേതായ ഒരു ഇഷ്ടമുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിലായാലും എൻ്റെ മക്കൾക്ക് മക്കളുടേതായ ഇഷ്ടങ്ങളുണ്ട്, ഹസ്ബൻഡിന് ഹസ്ബൻഡിൻ്റെതായ ഇഷ്ടങ്ങളുണ്ട്, എനിക്ക് എൻ്റേതായ ഇഷ്ടങ്ങളുണ്ട്. അപ്പനും അമ്മയാണെങ്കിൽ അപ്പനും അമ്മയ്ക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. ചേച്ചിക്കും ചേട്ടനും പിന്നെ അനിയനും ഒക്കെ ആണെങ്കിൽ അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളും അവരുടേതായ ചിന്തകളും അവരുടേതായ ചിന്താഗതികളും അവരുടേതായ രീതികളുണ്ട്. അതിലൊന്നും എനിക്ക് കൈ കടത്തേണ്ട യാതൊരു കാര്യമില്ല. ഞാനിപ്പോൾ എൻ്റെ ചേച്ചിയുടെ അടുത്തോ അമ്മയുടെ അടുത്തോ മക്കളടുത്തോ കെട്ടിയവൻ്റെ അടുത്തോ പോയി പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അവിടെ പോകരുത്, ഇവിടെ പോകരുത് എന്ന് അവരോട് പറഞ്ഞാൽ ഞാൻ പോയി പറഞ്ഞാൽ അവർ കേൾക്കുമോ? ഞാൻ പോയി പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല. അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യം. എനിക്ക് എൻ്റേതായി എന്ന് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും, ഞാൻ പ്രവർത്തിക്കും. അത് എൻ്റേതായ ഒരു ഇതാണ്. അതിൽ മറ്റൊരാൾക്ക് കൈ കടത്താൻ യാതൊരു അവകാശവും ഇല്ല. കുറ്റം പറയുന്നവർ പറയട്ടെന്നേ. കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്, കുത്തി നോവിപ്പിക്കാൻ ഒരുപാട് ആൾക്കാർ കാണും. കുത്തി നോവിപ്പിക്കാൻ ഒരുപാട് ആൾക്കാർ കാണും. നല്ലതെന്ന് പറയാൻ ആരും കാണില്ല. നമ്മൾ എത്ര നന്മ ചെയ്താലും നന്മ അത് നന്മയാണ്, അത് നല്ലതാണ് എന്ന് ഒരാളും പറയില്ല. എവിടെയെങ്കിലും നമ്മളിൽ എന്തെങ്കിലും കുറ്റങ്ങളോ പോരായ്മകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാൻ 1000 നാവ് കാണും, 1000 നാവ് കാണും. അതുകൊണ്ട് ഞാൻ അതൊന്നും വിഷയമാക്കുന്നില്ല കേട്ടോ. ആരെന്നെ എന്ത് പറഞ്ഞാലും ഇതൊന്നും ഞാൻ വിഷയമാക്കുന്നില്ല. എനിക്ക് എൻ്റേതായ ഒരു രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോണത്. ഞാൻ വീഡിയോ ഇടുന്ന കാര്യമായാലും അങ്ങനെ തന്നെ കേട്ടോ. ഞാൻ വീഡിയോ ഇടുന്ന കാര്യമായാലും അങ്ങനെ തന്നെ. എൻ്റേതായ ശരികളും എൻ്റേതായ തെറ്റുകളിലൂടെ ഞാൻ നിങ്ങളെ ഓരോന്നും പറഞ്ഞ് എൻ്റേതായ വിഷമങ്ങൾ പറഞ്ഞ് എൻ്റേതായ സങ്കടങ്ങൾ പറഞ്ഞ് സന്തോഷങ്ങൾ പറഞ്ഞ് എൻ്റെ കുടുംബകാര്യം പറഞ്ഞ് എൻ്റെ അന്നെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, നിങ്ങൾക്കത് ഇഷ്ടപ്പെടണമെന്നില്ല, എന്നെ കാണണമെന്നില്ല, എന്നെ കേൾക്കണമെന്നില്ല. ചിലർ കാണും, എന്തായാലും അവർ പറയുന്നത് ശരിയാണ്, അവർ പറയുന്നത് കാര്യമാണെന്ന് ചിന്തിക്കുന്ന അപൂർവം 1-2 പേരെങ്കിലും കാണും. ആ 1-2 പേര് നമുക്ക് മതി, 1-2 പേര് നമുക്ക് മതി. തെറ്റെല്ലാവരും ചെയ്യും. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നീ അനുഭവിക്കും, നിനക്ക് ഇതുമല്ല ഇതിനപ്പുറം കിട്ടുമെന്ന് പറയും. അങ്ങനെ പലരും പറയാറുണ്ട്, നിനക്ക് ഇതല്ല, നിനക്ക് ഇതിനപ്പുറം കിട്ടും, നീ അനുഭവിക്കും. അങ്ങനെ ഈ പറയുന്നവരൊന്നും എല്ലാ നന്മയും ചെയ്യുന്നവരാണോ? പറയുന്നവരൊക്കെ എല്ലാ നന്മയും എല്ലാം ചെയ്യുന്നവരാണോ? അല്ല, അവരും തെറ്റ് ചെയ്യുന്നുണ്ട്. അവരും എല്ലാ തെറ്റും ചെയ്തിട്ട് കുറ്റം മൊത്തം നമുക്ക്. നീ അനുഭവിക്കും, നീ കുണം പിടിക്കൂല, നീ കണക്ക് പറയും, നീ അത് പറയും, നീ ഇത് പറയുമെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവനോന് വിധിച്ചത് അവനോന് നടക്കും. നമ്മൾ നല്ലത് ചെയ്താലും പിന്നെ നന്മ ചെയ്താലും തിന്മ ചെയ്താലും നമുക്ക് കഷ്ടകാലം വരുമ്പോൾ എല്ലാം വരും. അതാരെയും പഴിച്ചിട്ട് കാര്യമില്ല. അത് നമ്മൾ നല്ലത് ചെയ്തത് കൊണ്ടോ തിന്മ ചെയ്തത് കൊണ്ടോ അല്ല. നമുക്ക് കഷ്ടകാലം വരുമ്പം നമ്മളെ പടച്ചു വിട്ട തമ്പുരാൻ ഓരോന്ന് നമ്മുടെ തലയിൽ എഴുതി വിട്ടിട്ടുണ്ട്. അതെല്ലാം നമ്മൾ അനുഭവിച്ചേ പോകുള്ളൂ. അതിന് നമ്മൾ ക്രൂരത ചെയ്യണമെന്നൊന്നുമില്ല. നന്മ ചെയ്യുന്ന എത്രയോ ആൾക്കാർ ഇന്നും ഗതി പിടിക്കാതെ കിടക്കുന്നു. അത് അവരുടെ കർമ്മഫലം. നന്മ ചെയ്യുന്ന എത്രയോ നല്ല നല്ല മനുഷ്യർ ഇന്നും, ക്രൂരത ചെയ്യുന്നവർക്ക് ഇന്നും കാലം. അവരൊക്കെ അതൊക്കെ ഒരു കർമ്മഫലമാണ്. അതിനാരെയും പഴിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഇന്നത്തെ എൻ്റെ വാർത്തകളും ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും ഒക്കെയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിച്ചത്. അടുത്തൊരു വിശേഷവുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. അപ്പോൾ ഇതെത്തിയോ എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ മനസ്സിലൂടെ വരുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ചിക്കനൊക്കെ തിന്നിട്ട് വന്ന് തലവേദനയുണ്ട്, ഇവിടെയൊക്കെ വേദനയുണ്ട് കേട്ടോ. ചിക്കൻ തിന്നാൽ ഉടനെ ബോഡി പെയിൻ വരും. കിട്ടുന്ന 2 പീസാണ്. 2 പീസ് കഴിക്കുമ്പം തന്നെ നമുക്ക്. അപ്പോൾ ഞാൻ കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നിരുന്നിട്ടാണ് ഒന്ന് വീഡിയോ എടുത്തത്. ഈ വീഡിയോ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യും. പറ്റുമെങ്കിൽ ലൈവ് വരാം. എപ്പോഴൊക്കെ ഉടയാടകളൊക്കെ അഴിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല.
എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.